നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണക്ക് സ്ട്രൈക്കർ വേണം എന്ന് പറഞ്ഞാൽ ഫെറാൻ ടോറസിന് പകരം ഇവിടെ ആരെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ആവശ്യമില്ല. പക്ഷേ റോബർട്ട് ലെവൻഡോസ്കിക്ക് പകരം ഒരു സ്ട്രൈക്കർ വേണം. ഫ്ലിക്കിൻ്റെ നിലപാടാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ഫെറാൻ ടോറസിന് പകരം ബാഴ്സയുടെ യുവതാരങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. ആ എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ ഹുലിൻ അൽവാരസിനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തി, പക്ഷെ അത് സക്സസ് ആവുന്ന മട്ടില്ല. എങ്കിൽ പിന്നെ ഹുലിൻ അല്ലെങ്കിൽ ലൗട്ടറോ എന്ന തരത്തിലാണ് പലരും പ്രചരിപ്പിക്കുന്നത്. ലൗട്ടറോയെ ബാഴ്സലോണ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് നിലവിൽ അദ്ദേഹത്തിന് ലഭിക്കില്ല. കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഡീൽ എന്നുള്ള കൃത്യമായ വ്യക്തമായ ധാരണ FC ബാഴ്സലോണക്കുണ്ട്. അതായത് അർജൻറ്റീൻ സ്ട്രൈക്കർ ഹൂലിയന് പകരം അർജൻറ്റീൻ സ്ട്രൈക്കർ ലൗട്ടറോ മാർട്ടിനസ്. കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, പക്ഷേ അത് നടന്നു കിട്ടുന്ന പണിയല്ല എന്നാണ് ഇപ്പോൾ ഈ ഡീലുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നവരൊക്കെ പുറത്തുവിടുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ അർജൻറ്റീൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇറ്റാലിയൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ. ദിമാർജിയോയും സ്കൈ സ്പോർട്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ലൗട്ടറോ മാർട്ടിനസ് ഈസ് നോട്ട് ഫോർ സെയിൽ ആൻഡ് ഈസ് കൺസിഡേർഡ് അൺടച്ചബിൾ ബൈ ഇന്റർ മിലാൻ. ലൗട്ടറോ മാർട്ടിനസ് വിൽപ്പനയ്ക്കില്ല, അദ്ദേഹം അൺടച്ചബിൾ ആണ്, അവരുടെ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്, അഭിവാജ്യ ഘടകമാണ് എന്നാണ് ഇന്റർ മിലാൻ കണക്കാക്കുന്നത്. അവരുടെ ക്യാപ്റ്റനാണ്. അവരങ്ങനെ ലൗട്ടറോയെ ബാഴ്സലോണക്ക് വിട്ടുകൊടുക്കില്ല. പിന്നെ ഹൂലിയൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇപ്പോൾ താരത്തെ കൊടുക്കാൻ അവർ തയ്യാറല്ല. വേണമെങ്കിൽ ബാഴ്സ അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലോ അതിനുശേഷമോ ഒക്കെ ഭാവിയിൽ ശ്രമിച്ചേക്കാമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ നടക്കാനുള്ള സാധ്യത തീരെയില്ല എന്നാണ് റിപ്പോർട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് അർജൻറ്റീൻ സ്ട്രൈക്കർമാരും ബാഴ്സയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. ഒരു അർജൻറ്റീൻ സ്ട്രൈക്കറെ മോഹിക്കുക, അതായത് മെസ്സിക്ക് പകരം പിന്നെ മെസ്സി പോയതിനു ശേഷം അഗ്യൂറോയെ അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾ മാത്രമേ അഗ്യൂറോ കളിച്ചുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഹൃദയ സംബന്ധിയായിട്ടുള്ള അസുഖം വരികയും അദ്ദേഹം കളി നിർത്തുകയും ചെയ്തു. അപ്പോൾ മെസ്സിക്ക് ശേഷം ഒരു അർജൻറ്റീൻ സ്ട്രൈക്കർ എന്നുള്ള ബാഴ്സലോണയുടെ മോഹം വീണ്ടും നടക്കാതെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.